ഒരു വലിയ പരീക്ഷയാണ് ഈ ജീവിതം എന്ന് പറഞ്ഞത്. ഇതൊരു വലിയ പരീക്ഷയാണ്. ഈ പരീക്ഷയിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത് കൊല്ലപ്പരീക്ഷന്റെ മാർക്കിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതിലെ കാക്കൊല്ല പരീക്ഷ പ്രശ്നമില്ല, തോറ്റാലും വലിയ കുഴപ്പമൊന്നുമില്ല. ജീവിതം എന്ന പരീക്ഷന്റെ അരക്കൊല്ല പരീക്ഷ കാര്യാക്കണ്ട. ഇതിന്റെ കൊല്ല പരീക്ഷ ഒരു പ്രാവശ്യമുള്ളൂ, സപ്ലിമെന്ററി എഴുതാൻ പറ്റൂല. കാക്കൊല്ല പരീക്ഷയിൽ തോറ്റാലേ അസ്തഗ്ഫിറുല്ലാഹ് പഠിച്ചോൻ എൻ്റെ അടുത്ത് അബദ്ധം പറ്റിയെന്ന് പറയാം, സപ്ലിമെന്ററി. അരക്കൊല്ല പരീക്ഷയിൽ തോറ്റാലേ ഹജ്ജിന് പോയതാണ്, ഹജ്ജ് കഴിഞ്ഞ് വന്നേക്കിന് നാട്ടുകാർക്കൊക്കെ ഓരി വെച്ചു കൊടുത്താൽ ഒന്നുകൂടിയും പോകാം, സപ്ലിമെന്ററി ഉണ്ട്. കൊല്ലപ്പരീക്ഷ ഒരോട്ടേ ഉള്ളൂ, മൗത്ത്. മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കിടന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിച്ചോ നിങ്ങള്, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ, ആക്കിയാൽ എന്നല്ല ആയാൽ എന്നാണ്. കാരണം ആക്കുന്നതല്ല ആകുന്നതാണ്. അതായത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ നല്ലോണം നിങ്ങൾ ശ്രദ്ധിക്കണം. മരിക്കുന്ന സമയത്ത് കലിമ അറിഞ്ഞു ചൊല്ലുന്നതല്ല, അറിയാതെ ചൊല്ലുന്നതാണ്. അറിയാതെ ചെല്ലണമെങ്കിൽ അറിയാതെ ചൊല്ലുന്നൊരവസ്ഥയിലേക്ക് അതെത്തണം, അപ്പോഴേ ചൊല്ലുള്ളല്ലോ. മൗത്തിന്റെ ഹാല് എന്ന് പറയുന്നത് ഹൈറാനിയത്തിന്റെ ഹാല്. ലോകത്തെ എല്ലാ മനുഷ്യന്മാരും പേടിക്കുന്ന സമയമാണ് മൗത്തിന്റെ ഹാല്. എത്ര ധൈര്യമുള്ളവനും പേടിക്കും, എത്ര ധൈര്യമുള്ളവനും ഭയപ്പെടുന്ന സന്ദർഭമാണ് സക്കറാത്തുൽ മൗത്ത് എന്ന് പറയുന്നത്. ആ സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലണമെങ്കിൽ അശ്രദ്ധനായിരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവനായിരിക്കണം. ശ്രദ്ധയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവനായാൽ പോരാ, അപ്പോഴാ ചെല്ലുക. അതുകൊണ്ടാണ് മൻ കാന, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക്. അതിൽ വലിയൊരു തത്വമുണ്ട്. മരിക്കുമ്പോ കലിമ ചൊല്ലണം എന്നല്ല, പിന്നെയോ അവസാനത്തെ സംസാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണം എന്നാണ്. അതായത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മുണ്ടാൻ വയ്യാതായി, പിന്നെ 6 മാസം കഴിഞ്ഞിട്ട് മരിച്ചാലും ഓന്റെ അവസാനത്തെ വാക്ക് എന്തെന്നെയാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് എപ്പോഴും തന്റെ ഡ്രൈവറോട് പറയാറുണ്ടായിരുന്നു അത്രേ, മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നാണ്. ആക്കിയാൽ നല്ല ആയാൽ എന്നാണ്. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെന്നില്ല, ചൊല്ലുന്നതിൽ അവസാനത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായാ മതി. ചെറുശ്ശേരി എങ്ങനെ വഫാത്തായെന്ന് നിങ്ങള് ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെയാണ് ചെല്ലുന്നതിന്റെ ഇടയിൽ സംസാരിക്കാൻ കഴിയാതായി. പിന്നെ ആശുപത്രിയിൽ കുറെ കടന്നു, സംസാരിച്ചിട്ടില്ല, അങ്ങനെ മരണപ്പെട്ടു. സമസ്തയുടെ മുൻഗാമികളുടെ വഫാത്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് എല്ലാവരതും. ഒരു സത്യം ഞാൻ അങ്ങോട്ട് പറയാം. ജീവിതത്തിൽ ഒരാൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന പ്രവർത്തനം എന്താണോ ആ പ്രവർത്തനമാണ് മരിക്കുമ്പോൾ ചെയ്യാം. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയാം. ജീവിതത്തിൽ ഒരാൾ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം എന്താണോ ആ കാര്യം മരിക്കുമ്പോൾ ചെയ്യും. ജീവിതത്തിൽ ആസ്വദിച്ച് പാട്ട് പാടുന്നവൻ പാട്ട് പാടിക്കൊണ്ടിരിക്കെ മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് കച്ചവടം ചെയ്യുന്നവൻ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കെ മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് ബൈക്ക് ഓടിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ ആസ്വദിച്ച് ബൈക്ക് ഓടിക്കുന്നവൻ ബൈക്ക് ഓടിച്ചുകൊണ്ടിരിക്കും മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് പ്രഭാഷണം നടത്തുന്നവൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കെ മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് ദിക്റ് ചൊല്ലുന്നവന് ദിക്റ് ചൊല്ലിക്കൊണ്ടിരിക്കെ മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് നിസ്കരിക്കുന്നവൻ നിസ്കാരത്തിൽ മരിക്കും. ജീവിതത്തിൽ ആസ്വദിച്ച് എന്ത് കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യമാണ് മരിക്കുമ്പോൾ ചെയ്യാം.
വെറുതെ പറഞ്ഞല്ല. ചെറുശ്ശേരി ഉസ്താദ് ത്വലാഖിന്റെ ഫത്വ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സംസാരിക്കാൻ കഴിയാതെയാകുന്നതും ബഹാവുദ്ദീൻ ഉസ്താദ് ഓടി വരുന്നതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെടുന്നതും. KT മാനു ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. എന്തുണ്ടായി? ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോ പൊതുസമ്മേളനാണ്. ലക്ഷക്കണക്കിന് ആൾക്കാര് സ്റ്റേജുമൊക്കെ ഇങ്ങനെ കയറി വന്നിട്ട് സ്വാഗതം പറയാൻ പോവുകയാണ്. എല്ലാരും ഒന്ന് കണ്ട് അസ്സലാമു അലൈക്കും ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇങ്ങനെ പോയി ആംബുലൻസ് കയറി മരിച്ചു. കരിമേലിട്ടാണ് മരിച്ചു. എന്തേ? നല്ല കാര്യം ആസ്വദിച്ച് ചെയ്താൽ അത് ചെയ്തുകൊണ്ടിരിക്കാൻ മരിക്കാം. ആസ്വദിച്ച് സിനിമ കണ്ടാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ മരിക്കാം. ആസ്വദിച്ച് പീഡിയക്കൊലയും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ പീഡിയന്റെ മുമ്പിൽ ഇങ്ങനെ ചായക്കടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ മരിക്കാം. ജീവിതത്തിൽ എന്താണോ ആസ്വദിച്ച് ചെയ്യുന്നത് അത് മരിക്കുമ്പോൾ ചെയ്യും. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചീത്ത കാര്യം ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യുകയാണെങ്കിലും ആസ്വദിച്ച് ചെയ്യരുത്. നല്ല കാര്യങ്ങൾ വെള്ളിയാഴ്ച ഒരു ജുമക്ക് മാത്രമേ അള്ളാന്റെ പള്ളികൾക്ക് പോകണുള്ളൂങ്കിൽ അതൊന്ന് ആസ്വദിച്ച് പോയിക്കൂടെ? രാവിലെ ഒന്ന് നന്നായിട്ടൊന്ന് കുളിച്ച് ഒരു വെള്ളത്തിന് ഒരു വെള്ളക്കുപ്പായൊക്കെ എടുത്ത് ഒന്ന് അത്രക്കൊന്ന് പൂശി നഖമൊക്കെ ഒന്ന് വെട്ടി താടിമുടിയൊക്കെ ഒന്ന് നേരാക്കി ഒരു വെളുത്ത തൊപ്പിയൊക്കെ ഇട്ട് പള്ളിക്ക് പോയിരുന്ന് തട്ടിനോട് കയറിയിട്ട് സംസാരിക്കാതെ മൊബൈൽ നോക്കി കളിക്കാതെ ഒന്ന് ആസ്വദിച്ച്, ആകെ പള്ളിക്കല വെള്ളിയാഴ്ച മാത്രമേ പോണുള്ളെങ്കിലും അതൊന്ന് ആസ്വദിച്ച് ചെയ്തൂടെ? നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യുന്ന കാര്യം അത് ചെയ്തിട്ടാ മരിക്കുക. സത്യമാണ് ഞാനീ പറഞ്ഞത്, വളരെ പ്രധാനപ്പെട്ട സത്യമാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പൂർവകാല പ്രവർത്തകരുടെ ഒക്കെ മരണം പരിശോധിച്ചാൽ ഒരു മനുഷ്യൻ നല്ല ആളോ ചീത്തയാളോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് എങ്ങനെയെന്ന് നോക്കിയിട്ടാണ്. മരണം എങ്ങനെ നോക്കിയിട്ടാണ്. ഒരാൾ മുത്തഖിയാണോ എന്ന് തീരുമാനിക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഒരാൾ മുഖ്ലിസ് ആണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഒരാൾ ആബിദാണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഒരാൾ ഈമാനുള്ള ആളാണോ എന്ന് നോക്കുന്നത് വഫാത്ത് നോക്കിയിട്ടാണ്. ഒരു മനുഷ്യന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്നത് മരണം നോക്കിയിട്ടാണ്. എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. ശംസുൽ ഉലമയുടെ വഫാത്ത് നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളതാണ്. കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. ഓരോ വാക്കുകൾക്കും ജവാബ് പറയുന്നു. അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ വിളിച്ചു പറയുമ്പോ അവസാനത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ജവാബായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടുകൂടെ തസ്ബീഹ് മാല കയ്യിൽ നിന്ന് താഴെ വീഴുന്നു, വഫാത്താവുകയും ചെയ്യുന്നു. എന്തൊരു സുന്ദരമായ മരണം! ലോകത്താർക്കെങ്കിലും ഇത്രയും ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരെ മുമ്പിൽ പറയാൻ പറ്റിയ രൂപത്തിൽ മരിച്ചതുണ്ടോ? സമസ്തക്കല്ലാതെ വേറെ ആർക്കും ഇങ്ങനെ ആൾക്കാരുടെ മരണം എണ്ണി പറയാൻ പ്രയാസാണ്. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ശൈഖുനാ കോയക്കുട്ടി ഉസ്താദ്, അള്ളാഹു അവരുടെ ദർജ ഉയർത്തട്ടെ, ജീവിതകാലം മുഴുവനും ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്ർ ഹൽക്ക പ്രചരിപ്പിക്കാൻ വേണ്ടി നടന്നു. എല്ലാ സ്ഥലത്തും ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്ർ ഹൽക്ക സ്ഥാപിച്ചു. അതിന്റെ വാർഷികത്തിന് പോയി, ദ്വാരക്കാൻ പോയി, അങ്ങനെ നടന്നു. വഫാത്തിന്റെ സമയത്ത് മക്കളെയും പേരക്കുട്ടികളെയും വിളിച്ചു. ചാപ്പനങ്ങാടി വാപ്പോലൊരു ദിക്റാണ് നടത്തി. എല്ലാരും കൂടി ചെല്ലൂടിയായിരുന്നു. ഉസ്താദ് ഇങ്ങനെ കടന്നു ബാക്കിയുള്ളവരിരുന്നു. എല്ലാരും ചൊല്ലി. ദിക്റാണ് കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഉറക്ക കലിമ ചൊല്ലി ഉസ്താദ് യാത്ര പിരിഞ്ഞു പോയി. തിരൂർക്കാട് മുഹമ്മദ് വലിയര്, ആലിക്കുട്ടി ഉസ്താദിന്റെ അനിയൻ. തിരൂർക്കാട് മുഹമ്മദ് വലിയര് ബിസിനസ്സുകാരനാണ്. മുഹമ്മദ് ഹാജി എന്നാണ് പറയാറുള്ളത്. ഫൈലിയാണ്, മൊലിയരാണ്. പക്ഷെ ആൾക്കാർ പറയാം മുഹമ്മദ് ഹാജി എന്നാണ്. ഞങ്ങളൊക്കെ ഭാഗത്ത് മുഹമ്മദ് ഹാജി എന്ന് അറിയപ്പെടുക. എന്താ? പള്ളിയിൽ ജോലി ചെയ്യണതിനേക്കാൾ കൂടുതൽ ബിസിനസ്സാണ്.
കുന്നത്ത് എക്സ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട് അദ്ദേഹത്തിന്. 100 ടെക്സ്റ്റൈൽസ് KS എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസിന്റെ ശൃംഖലയുണ്ട് അദ്ദേഹത്തിന്. വഫാത്താകുന്നതിന് മുമ്പ് പള്ളിക്കത്തെ മുക്രി ഉംറക്ക് പോയി. പള്ളിക്കത്തെ മുഅദ്ദിൻ, പള്ളിക്ക് ബാങ്ക് കൊടുക്കുന്ന ആള് ഉംറക്ക് പോയി. ഞാൻ ബാങ്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ മുഅദ്ദിന് ലീവ് എടുത്തിട്ട് പള്ളിയിൽ ബാങ്ക് കൊടുത്തോണ്ടിരിക്കുന്നു. ഏതാനും പള്ളിയിൽ തന്നെ അല്ല കുറച്ച് ദിവസം, എന്നാ ഒരു ഹത്തും തീർക്കാന്ന് തീരുമാനിച്ചു. അതും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഇടയിലാണ് വഫാത്തായി പോയി. ബിസിനസ്സുകാരൻ എന്തുകൊണ്ട് ഈ അവസരം ഉണ്ടായി? സമസ്തക്ക് ഖിദ്മത്ത് എടുത്തുകൊണ്ട്, വേറൊന്നും കൊണ്ടല്ല. ഇതൊരു ചില്ലറ കാര്യമല്ല. ബഹുമാനപ്പെട്ട തിരുക്കാട് മുഹമ്മദ് ഫൈലിയുടെ ജ്യേഷ്ഠനാണ് ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ടി ഉസ്താദ്, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. 20ാമത്തെ വയസ്സ് മുതൽ ജന്മനാട്ടിൽ ഖാദിയാണ് അലിക്കുട്ടി ഉസ്താദ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയത്തും തിരൂർക്കാട് എന്ന ജന്മനാട്ടിൽ ആലിക്കുട്ടി ഉസ്താദാണ് ഖാദി. ഞാൻ ഈ പ്രസംഗിക്കണ ഈ സമയം ഇപ്പോഴും തിരൂർക്കാട് എന്ന ജന്മനാട്ടിൽ ഒരു മനുഷ്യന് അഡ്രസ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിലേറെ വലിയ യോഗ്യത എന്താ വേണ്ടേ? ജനിച്ച നാട്ടിൽ അദ്ദേഹത്തിന്റെ പിതാവ് അതേ പള്ളിയിലെ മുഅദ്ദിനായിരുന്നു. തന്റെ വാപ്പ ഏത് പള്ളിയിലെ മുഅദ്ദിനാണോ അതേ പള്ളിയിൽ ജന്മനാട്ടിൽ 20ാമത്തെ വയസ്സ് മുതൽ ഖാദിയാണ്. സമസ്തയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുൽ ജാമിയ അലിക്കുട്ടി ഉസ്താദ്. ഇതൊരു ചില്ലറ കാര്യമൊന്നുമല്ല, ഇതൊരു ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് കേരളക്കാരുടെ ദീനിന്റെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെയും കേരളക്കാരുടെയും കേരളത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെയും, കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. ലക്ഷദ്വീപ്, കർണാടക, തമിഴ്നാട്, UAE-യിലുണ്ട്, സൗദിയിലുണ്ട്, കുവൈത്തിലുണ്ട്. ആ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവരുടെയും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന് ഖിദ്മത്തെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാല് ഈ ലോകത്ത് വലിയൊരു നിഅമത്താണത്. ഔലിയാക്കൾക്ക് ഖിദ്മത്തെടുക്കലാണ്. വരക്കൽ മുല്ലക്കോയ തങ്ങള് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ വലിയ ഔലിയാക്കളിൽ പ്രധാനിയാണ്. ഞാൻ രാവിലെ പ്രസംഗിക്കാൻ വേണ്ടി പോയ അവിടുന്ന് വാഴക്കാട് കണ്ണിയത്തുസ്താദിന്റെ മക്ബറയുള്ള വാഴക്കാട് പള്ളിയിലെ മുദരിസിനെ കണ്ടു. അവിടെ പ്രസംഗിക്കാൻ വന്നതാണ്. വലിയുദ്ദീൻ ഫൈസി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, ദീർഘായുസ്സ് കൊടുക്കട്ടെ. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കണ്ണിയത്തുസ്താദിന്റെ മക്ബറ എന്തേ പള്ളി കോമ്പൗണ്ടിന്റെ പുറത്തായത് എന്ന് ചോദിച്ചു. പള്ളിന്റെ സ്ഥലം കഴിഞ്ഞിട്ട് അതിന്റെ അപ്പുറത്താണ് കണ്ണിയത്തുസ്താദിന്റെ മക്ബറ. അപ്പൊ ഞാൻ ചോദിച്ചു മൂപ്പരോട്. അതിൽ മൂപ്പര് പറഞ്ഞു, കണ്ണിയത്തുസ്താദിന്റെ മക്ബറ മാത്രല്ല അവിടെ ഉള്ളത്, കണ്ണിയത്തുസ്താദിന്റെ ഗുരുനാഥന്റെ മക്ബറ അവിടെയാണ്. മഖ്ദൂം അഞ്ചാമൻ എന്ന പേരായ മഖ്ദൂമുമാരിൽ അഞ്ചാമൻ ഒരുപാട് കിതാബുകൾ എഴുതിയിട്ടുള്ള ഒരാള് മഹാനവറുകളുടെ ഖബറും പള്ളിന്റെ പുറത്ത് കണ്ണിയത്തുസ്താദിന്റെ ഖബറിന്റെ അടുത്താണ്. ഏകദേശം 7ഓളം ഔലിയാക്കളുടെ ഖബർ അവിടെ ഉണ്ട്. പക്ഷെ അതിൽ ഒരു ഖബർ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുന്നുള്ളൂ, അത് കണ്ണിയത്തുസ്താദിന്റെ ഖബറാണ്. 7 ഔലിയാക്കന്മാര് കിടക്കണതിന്റെ ഇടയിലാണ് കണ്ണിയത്തുസ്താദ് കിടക്കുന്നത്. പക്ഷെ ആളുകൾ ഒരു ഖബർ മാത്രം ശ്രദ്ധിക്കുന്നു, കണ്ണിയത്തുസ്താദിന്റെ ഖബറ്. ബർദലല്ലോ റഈസുൽ മുഹഖ്ഖീൻ എന്ന് പറഞ്ഞത്, മുഹഖ്ഖീങ്ങളുടെ നേതാവ് എന്ന് ആളുകൾ വിളിച്ചത് ഒരു തർക്കവുമില്ലാതെയാണ്, അത് വെറുതെ വിളിച്ചല്ല. അതുകൊണ്ട് സമസ്തക്ക് ഖിദ്മത്തെടുക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് എന്ന് സാന്ദർഭികമായി പറയട്ടെ. മരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പാണ് യഥാർത്ഥത്തിൽ സമസ്തക്കെടുക്കുന്ന ഖിദ്മത്ത്. ദുനിയാവിലൊന്നും ഇതുകൊണ്ട് നേടാനില്ല, ഇതുകൊണ്ട് ദുനിയാവിലൊന്നും നേടാനില്ല. ഇതുകൊണ്ട് ആഖിറത്തിൽ മാത്രമേ നേടാനുള്ളൂ. ആ ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. അതെന്തായാലും നേടാൻ കഴിയുകയും ചെയ്യും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ ഒരു ശരീഅത്തിന്റെ ആൾക്കാരാണ് നമ്മൾ. പരിഭാവനമായ ഒരു ശരീഅത്തിന്റെ വാക്കുനാക്കണാകുന്നു നമ്മൾ.
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിനിടയിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അത് നബി തങ്ങളോട് ചോദിക്കലായിരുന്നു പതിവ്. നബി തങ്ങൾക്ക് ശേഷം സ്വഹാബത്തിൽ എന്തെങ്കിലും തർക്കമുണ്ടായാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിക്കും. സിദ്ദീഖ് റളിയല്ലാഹുവിന് ഒരു തീരുമാനം പറഞ്ഞാല് ശരി, അങ്ങനെ തന്നെ തീരുമാനാക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് സെയ്ദ് ബിൻ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലെ ഒരു സംഘം യോദ്ധാക്കളെ അതിർത്തിയിലേക്ക് നിയോഗിച്ചിരുന്നു. അവർ പോയിട്ടില്ല, പോകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നേ ഉള്ളൂ. ആ സമയത്താണ് മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റു, ഖലീഫയായി. യുദ്ധസംഘത്തെ പറഞ്ഞേക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പൊ സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. ഈ സമയത്ത് പിന്നെ ഒരു യുദ്ധം വേണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കിടക്കുന്നു, മരണപ്പെട്ടു, ഖബറിലാണ്. അതിന്റെ ആ ദുഃഖം മാറിയിട്ടില്ല. അതിർത്തിയിൽ ഒരു യുദ്ധത്തിന്റെ ആവശ്യമില്ല. ഓല് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നോക്കിയാ പോരെ. അതുകൊണ്ട് ഇപ്പൊ ഒരു യുദ്ധം വേണ്ടാന്ന് സ്വഹാബത്തിന് അഭിപ്രായം. ആർക്കും സിദ്ദീഖിനോട് നേർക്ക് നേരെ പറയാൻ ധൈര്യമില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സമീപിച്ചു സഹാബത്ത് പറഞ്ഞു, ഉമർ ഖത്താബ് എന്നവരെ, ഈ സമയത്ത് ഒരു യുദ്ധം വേണോ? നമുക്ക് അല്പം കഴിഞ്ഞ് യുദ്ധസംഘത്തെ ഒന്ന് വികസിപ്പിച്ച് യുദ്ധത്തിൽ പരിചയമുള്ള ആളുകളെ നേതൃസ്ഥാനത്ത് കൊണ്ടൊന്ന്. സെയ്ദ് ബിൻ ഹാരിസ് അന്ന് കുട്ടിയാണ്, ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഉസാമ വളരെ ചെറിയ കുട്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനായിരുന്നു ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ഇപ്പൊ ഒരു യുദ്ധം വേണോ എന്ന് പറഞ്ഞു. ഉമർ ഖത്താബിന് തോന്നി അതൊരു ശരി തന്നെയുള്ള ഇപ്പൊ ഒരു യുദ്ധം വേണോ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചെന്നു സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ സിദ്ദീഖുൽ അക്ബറിനോട് ചോദിച്ചു, അബൂബക്കർ സിദ്ദീഖ് എന്നവരെ, ഈ സമയത്ത് നമുക്കൊരു യുദ്ധം വേണോ? കുറച്ച് കഴിഞ്ഞിട്ട് യുദ്ധസംഘത്തെ ഒന്നുകൂടി വികസിപ്പിച്ച് അലി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധീരരായ യോദ്ധാക്കളൊക്കെ നേതൃസ്ഥാനത്ത് വെച്ചിട്ട് ചെയ്താ പോരെ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്തഫായ നബി തങ്ങൾ വഫാത്താകുന്നതിന് മുമ്പ് നിയോഗിച്ച ഒരു യുദ്ധസംഘമാണ്. അവർ യുദ്ധത്തിന് പോയി, എല്ലാവരും മരിച്ചു. അവസാനം ശത്രുക്കൾ മദീനയിലേക്ക് ഇങ്ങോട്ട് കയറി വന്നു. മദീനയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മയ്യത്ത് കൊണ്ട് മദീനയുടെ തെരുവോരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞാലും അള്ളാഹുവിന്റെ റസൂൽ നിയോഗിച്ച ഒരു സംഘത്തെ തിരിച്ചു വിളിക്കൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്നെ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു. തിരിച്ചു വിളിക്കാൻ പറ്റില്ല, അതന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ അത് പറഞ്ഞ എന്തിനാ? സഹാബത്തിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പറഞ്ഞാൽ അതിന്റെ മേലെ വേറൊരാൾ പറയില്ല. എന്ത് പറഞ്ഞു എന്നതിനേക്കാൾ ആര് പറഞ്ഞു എന്നാണ് നോക്കിയിരുന്നത്. അത് കഴിഞ്ഞ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം പറഞ്ഞാൽ അത് തന്നെയായിരുന്നു തീരുമാനം. അതിനുശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബി ത്വാലിബ്, അവർക്ക് ശേഷം ബദറിൽ പങ്കെടുത്ത ആളുകൾ എന്താണ് പറയുന്നത് എന്നാണ് നോക്കിയിരുന്നത്. ബദരീങ്ങൾ എന്താ പറയണത്, ആ അഭിപ്രായം എടുക്കും. സ്വഹാബത്തിന് സ്ഥാനം നൽകി താബിഉകൾ. താബിഉകളുടെ കാലത്ത് സ്വഹാബത്ത് എന്താ പറഞ്ഞത് എന്ന് നോക്കലായിരുന്നു പതിവ്. അത് കഴിഞ്ഞതിന് ശേഷം താബിഉകൾ എന്താണ് പറഞ്ഞിരുന്നത് നോക്കും. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം നോക്കും. മഹാനവറുകൾ സയ്യിദു താബിഈനാണ്, താബിഈങ്ങളുടെ നേതാവാണ് സയ്യിദുനാ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ അഭിപ്രായം എന്താ നോക്കും, അത് സ്വീകരിക്കും. അടുത്ത കാലം വരെയും അങ്ങനെയാണ്. എന്ത് പറഞ്ഞു എന്നല്ല നോക്കല്, ആര് പറഞ്ഞു എന്നാ നോക്കല്. അഹമ്മദ് കോയ ശാലിയാത്തി പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അതെന്നെ ഇക്കാരം ശരി, നമ്മക്ക് വിവരമില്ലാത്തതുകൊണ്ട് ഇക്കാരം എന്ന് വിചാരിക്കും ആളുകൾ. ഇന്ന് ഇമാം ഷാഫി പറഞ്ഞാലും അതൊന്നല്ല ശരി, അതിനേക്കാൾ വിവരം എനിക്കാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. തിരിഞ്ഞപ്പോ നിങ്ങൾക്ക് സംഗതി ഇതാണ് ഇപ്പൊ വിഷയം.
ഷാഫി ഇമാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞാലും ആ ഹദീസ് മൂപ്പർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അത് ഞമ്മക്കേ കിട്ടിയതുള്ളൂ എന്ന് ആൾക്കാർ വിചാരിക്കുക. എന്താ കട്ട 10 ലക്ഷം ഹദീസുകൾ കാണാതെ പഠിച്ച ആളാണ് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു. 7-ാം വയസ്സിൽ ഖുർആൻ മനപ്പാഠമാക്കിയ ആളാണ്. 12-ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങിയ ആളാണ്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അങ്ങനത്തെ ഷാഫി ഇമാം ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അത് ശരിയാവാൻ സാധ്യതയില്ല, സാധ്യത ഉള്ളത് നമ്മൾ പറയുന്ന അഭിപ്രായം ശരിയാവാനാണ് എന്നുള്ളിടത്താണ് ആളുകൾ എത്തിയത്. എന്താ കട്ട ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടാറുണ്ടായിരുന്നില്ല അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. തന്റെ വീട് കഴിഞ്ഞ് 7 വീടുകൾക്കപ്പുറത്തായിരുന്നു ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീടുണ്ടായിരുന്നത്. മഹാനവർകളുടെ വീട് കഴിഞ്ഞിട്ട് 7 വീടിന്റെ അപ്പുറത്താണ് അബൂ ഹനീഫ ഇമാമിന്റെ ഉസ്താദിന്റെ വീടുള്ളത്. ഉസ്താദിന്റെ വീടിന് നേരെ കാൽ നീട്ടൂല. മംഗലാപുരത്തേർക്ക് കുറച്ച് ബഹുമാനം കൂടുതലാണ്. ഇന്നൊന്നും ഇപ്പൊ എങ്ങനെ ബഹുമാനിക്കേണ്ട യാതൊരു കാര്യം ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഞാനൊരു പ്രഭാഷകൻ മാത്രമാണ്, ഒരാബിദല്ല, ഭയങ്കര ഇബാദത്ത് ചെയ്യുന്ന ഒരാളല്ല. കുറച്ച് കൂടുതലാന്ന് എനിക്ക് അഭിപ്രായം. അത്രയൊന്നും വേണ്ട. നമ്മുടെ ഖൽബിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഏറ്റവും വലുതാവേണ്ടത്.